ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനന്തപുരിയിലെ പൂജാമുറിയിലുണ്ടല്ലോ, അവിടെ പൂജകളും കാര്യങ്ങളെല്ലാം നടക്കുക. ആ സമയത്ത് അവന്തികയും അതുപോലെ ജലജയും ഒക്കെ പോകുന്ന കാര്യം നടക്കല്ലേ, ഇത്തവണ ആദർശനെ കരയേണ്ടി വരണേ എന്ന പ്രാർത്ഥനയായിട്ടാണ് അവിടെ നിൽക്കുന്നത്. എത്രയൊക്കെ പൂജിച്ചാലും പ്രാർത്ഥിച്ചാലും ഇത്തവണ ആദർശനെ കരയേണ്ടി വരുമെന്ന് അവന്തിക. അപ്പോൾ അയാൾക്ക് മാത്രമല്ല, ഈ തറവാട്ടിലുള്ള എല്ലാവർക്കും അതിൻ്റെ അച്ഛൻ എനിക്ക് തന്ന വാക്കാ എന്നും പറഞ്ഞ് അവന്തിക ഇങ്ങനെ അവിടെ നിന്ന് സ്വയം മനസ്സിൽ പറയുക. ഈ സമയത്ത് മൂർത്തീസ് ജ്വല്ലറിയുടെ 50ാം വാർഷികത്തിന് മോളാണ് വിഘ്നേശ്വര ഭഗവാന് കേടപാടുകൾ തീർത്ത് ഈ പരുവത്തിലാക്കിയത് എന്ന് മുത്തശ്ശൻ നയനയോട് നേരം പറഞ്ഞു. പിന്നെ അന്ന് തന്നെ ഭഗവാൻ ഒരു കാര്യം ഉറപ്പിച്ചതാണ്, മോൾ ഈ വീട്ടിൽ വേണം എന്നുള്ളത്. അതിന് വേണ്ടുന്നതെല്ലാം ഭഗവാനായിട്ട് തന്നെ ചെയ്തു. പിന്നീട് മോളിവൻ്റെ ഭാര്യയായതും കമ്പനിയിലെ കാര്യങ്ങളിൽ മോള് എത്തിയതും എല്ലാം ഭഗവാന്റെ തീരുമാനമായിരുന്നു. ആ വിഘ്നേശ്വരൻ മോളുടെ വിളി കേൾക്കാതിരിക്കില്ല എന്നും മുത്തശ്ശൻ എങ്ങനെ ഇരുന്ന് പറയുക. അപ്പോൾ അബിക്കും ജലജയ്ക്കും അവന്തികയ്ക്കൊക്കെ ഒരു പുച്ഛം. അപ്പോൾ എങ്കിലും ആദർശ് പോയി എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തണമെന്ന് എല്ലാവരേക്കാളും ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന ഉണ്ടാവണം. ചെറിയ രൂപത്തിലും നഷ്ടപ്പെട്ടു പോയ പ്രതാപം നമുക്ക് തിരിച്ചു പിടിക്കണം മോനെ എന്ന് മുത്തശ്ശൻ പറയാം. അതെ, ഇത്തവണ ഞാൻ മുത്തശ്ശനെ നിരാശപ്പെടുത്തില്ല മുത്തശ്ശ എന്നും പറഞ്ഞ ആദർശം ശരി എന്നാൽ പിന്നെ പോകാൻ റെഡി ആയിക്കോളാനും പറയും. അങ്ങനെ എല്ലാവരും പ്രാർത്ഥനയും തൊഴുത് ഇതെല്ലാം കഴിഞ്ഞ് പോയി നമ്മുടെ നയന ആദർശന് പോകാനുള്ളതൊക്കെ പാക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ ആദർശം അങ്ങോട്ട് പോകാനുള്ളതെല്ലാം നമ്മുടെ നയന എല്ലാം എടുത്തു വെച്ചു. അപ്പോൾ നയന എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശം അങ്ങോട്ടേക്ക് ചെന്നു. എല്ലാം ഓർത്തെടുത്ത് വെച്ചിട്ടില്ലേ ആദർശേട്ടോ, ഒന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ എന്ന് ഇങ്ങനെ നയന ചോദിക്കുമ്പം, അങ്ങനെയൊന്നും ഞാൻ മറക്കില്ലെന്ന് തനിക്കറിയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ മരുന്നൊക്കെ എടുത്തു ഒന്ന് നോക്കിയതാ, എപ്പോഴാണ് ശ്വാസം മുട്ട് വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ, സാധാരണ തണുപ്പ് സമയത്ത് വരേണ്ടതാ, ഭാഗ്യത്തിന് ഇപ്രാവശ്യം അത് വന്നിട്ടില്ല എന്ന് ആദർശ നയനയോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനും ഉറപ്പായിട്ട് വന്നേനെന്ന് നയന പറഞ്ഞപ്പോൾ, സാരമില്ലടോ, ഡെലിവറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയും യാത്രകളൊക്കെ വരുമല്ലോ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാമെന്നായി ആദർശ്. പിന്നെ ഇപ്പോൾ ടെൻഷൻ ആവണ്ട, ഇനി ഒരുപാട് പ്രാർത്ഥിച്ചാലേന്ന് ചോദിക്കുമ്പം, പിന്നെ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുമോ ആദർശേട്ടാന്ന് നയന ചോദിക്കാം. ആദർശേട്ടൻ പോകുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡീലിനാണെന്ന് എനിക്കറിയില്ലേ എന്നൊക്കെ ചോദിച്ചു. പ്രതിസന്ധികളിൽ തളരാതെ പിടിച്ചു നിൽക്കുകയും ഒന്നിനെയും ഭയപ്പെടാതെ ശാന്തമായി ബിസിനസ് ബിൽഡ് ചെയ്യുന്നതും ഒക്കെയായിരുന്നു മുത്തശ്ശൻ്റെ ഒരു രീതി. അതുതന്നെയാണ് ഞാനും ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ഒറ്റ ഡീല് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു പിടിക്കുമെന്ന് മാത്രമല്ല, ഒരുപാട് ഉയരങ്ങളിലേക്ക് പോവുകയും ചെയ്യുമെന്ന കാര്യം ആദർശ് പറയുക. അതുപോലെ തന്നെയാണ് ഈ ഡീല് കിട്ടാതിരുന്നാലുണ്ടാകാൻ പോകുന്ന അവസ്ഥയും. അവിടെ നമ്മൾ വല്ലാണ്ടങ്ങ് ചെറുതായി പോകുമെന്ന് പറഞ്ഞു. ഞാൻ എന്നാൽ പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് ആദർശ് യാത്ര പറയുമ്പോൾ അതിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ആദർശിനെ യാത്രയാക്കുവാണ്. പിന്നെ താഴെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക, നമ്മുടെ ആദർശ് വരുന്നത് നോക്കി. അവന്തിക ചിരിച്ചുകൊണ്ട് മുൻനിരയിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് ഇറങ്ങി വന്നു. അപ്പോൾ ഏറ്റെടുത്ത ദൗത്യത്തെപ്പറ്റി എപ്പോഴും ചിന്ത വേണം, അതിലുപരി ഒരു ശത്രു പിന്നാലെ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണമെന്നും മുത്തശ്ശൻ പറയൂ കേട്ടോ. അപ്പോൾ അവന്തിക്ക് ഇങ്ങനെ നോക്കുക, ഇവർക്ക് മനസ്സിലായോ എന്നുള്ളൊരിതിൽ. അവിടെ നിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ആദർശ് ഇങ്ങനെ പറഞ്ഞു. പിന്നെ നാളത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം ഞാൻ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിട്ടാണ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് നീക്കിയിരിക്കുന്നത് എന്നും ആദർശനോട് മുത്തശ്ശൻ പറയുക. അപ്പം ഇനി നീ അവിടെ ചെല്ലുക, നന്നായി പെർഫോം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നും, നമ്മുടെ അത്രയും പാരമ്പര്യമുള്ള അത്ര ആരും അവിടെ ഇല്ല എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞ എല്ലാം അവന്തിക്ക് കേട്ടോണ്ടിരിക്കുകയല്ലേ. പിന്നെ മുംബൈയിലും ഡൽഹിയിലുള്ള 1-2 പഴയ ജ്വല്ലറികളുണ്ട്, അവരൊക്കെ ഇപ്പോൾ ആ പഴയ പ്രതാപമൊന്നും ഇല്ല എന്നും, അന്ന് തൊട്ട് ഇന്ന് വരെ ഒരുപോലെ നിൽക്കുന്നത് നമ്മൾ മാത്രമാണെന്നുള്ള കാര്യമൊക്കെ പറയുമ്പം, അതൊക്കെ എനിക്ക് അറിയാം മുത്തശ്ശ, എന്തായാലും ഇവിടെ നമുക്കൊരു തിരിച്ചടി ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാമെന്ന് ആദർശ് പറയണു എന്നും പറഞ്ഞ് അവത്തിക. അപ്പോൾ കാല് വയ്യാത്തത് കൊണ്ട് നിൻ്റെ മുത്തശ്ശി താഴേക്ക് വരാത്തത്, മുത്തശ്ശിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിയോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കണ്ടിട്ടാ മുത്തശ്ശ വരുന്നതെന്ന് ആദർശ് പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ രാഹുകാലത്തിന് മുന്നേ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ആദർശിന് യാത്രയാക്കുമല്ലേ, അപ്പോൾ അനുഗ്രഹമൊക്കെ മേടിച്ച് ആദർശ് പോകുന്നു. ദേവയാനിയും അതുപോലെ നയനയും കൂടെ പിന്നാലെ അങ്ങ് പോകുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ജലജ ഇതൊക്കെ കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. ജലജ വന്നിട്ട്, എൻ്റെ പൊന്നോ, എല്ലാവരുടെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പോവുക, പരാജയപ്പെട്ട് തിരിച്ചു വന്നാൽ മതിയായിരുന്നു, എങ്കിലും അവൻ്റെ അമ്മയുടെയും ഭാര്യയുടെ ചാട്ടം അങ്ങ് നിന്നേനെന്ന് ജലജ അങ്ങനെ അവിടെ നിന്ന് പറയുവാണ്. അത് കഴിഞ്ഞ് ആദർശ് വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ദേവയാനി ഉപദേശങ്ങളായിട്ട് അച്ഛനും മുത്തശ്ശിയൊക്കെ പറഞ്ഞ ഓർമ്മകൾ മനസ്സിലുണ്ടാവണം കേട്ടോ മോനെ എന്ന് പറയും. ദുബായിൽ പോയിട്ട് ചെറിയൊരു പാളിച്ച പറ്റിപ്പോയി, ശരിയാ, അതിനുശേഷം എന്നെ ആർക്കും വിശ്വാസം ഇല്ലാത്തതുപോലെയാണ് എന്ന് ആദർശ് പറയുമ്പം, മോനെ നിന്നെ വിശ്വാസമില്ലെന്ന് ആരാ പറഞ്ഞേ? നിന്നെ വിശ്വാസം കൂടുതലുള്ളത് കൊണ്ടാണ്, അതാ മോനെ ടെൻഷനൊക്കെ എന്ന് ദേവയാനി അന്നേരം ആദർശിനോട് പറയൂ കേട്ടോ. ഇന്ന് വരെ ഇതുപോലുള്ള ബിസിനസ് ഡീലുകളൊക്കെ നടക്കുന്ന സമയത്ത് നിൻ്റെ മുത്തശ്ശൻ ഈ രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടോ എന്ന് ദേവയാനി
ചോദിച്ചു. പിന്നെ ആരോ നമ്മളെ മനഃപൂർവ്വം തറ പറ്റിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ബോധം അച്ഛൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നും അതിൽ കാര്യമുണ്ടല്ലോ എന്നും ദേവയാനി ആദർശനോട് പറയുക. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുന്നതും സംസാരിക്കുന്നതും. അത് മോൻ പോസിറ്റീവായിട്ട് എടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ വരുന്നത് വരെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കാൻ ആദർശം നേരം പറഞ്ഞു. അപ്പം ശരിയെന്നും പറഞ്ഞ് ആദർശ് വണ്ടിയിൽ കയറി അങ്ങ് പോയിട്ട് ആദർശ് പോയി കഴിഞ്ഞപ്പോൾ ദേവയാനി നയനെ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. ഇത് കഴിഞ്ഞ് പിന്നെ അകത്ത് നമ്മുടെ മുത്തശ്ശൻ ഇരിക്കുമ്പോൾ അവന്തിക മുത്തശ്ശൻ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നേ എന്ന് ചോദിച്ചു കേട്ടോ. മുത്തശ്ശൻ ഒന്ന് ചിരിച്ചു. ആദർശേട്ടൻ മുത്തശ്ശനേക്കാളും കഴിവുള്ള ആളാണെന്നാണല്ലോ എപ്പോഴും പറയുന്നേ. അവന്തിക ചോദിക്കുമ്പോൾ മുത്തശ്ശനൊന്ന് നോക്കുക. അങ്ങനെയുള്ള ആള് തലയെടുപ്പോടെ തന്നെ തിരിച്ചു വരുമെന്നും അതെനിക്ക് ഉറപ്പാണെന്നും അവന്തിക പറഞ്ഞു. അപ്പം അങ്ങനെ തന്നെ വരട്ടെ മോളെ എന്ന് മുത്തശ്ശൻ പറയുക. നിൽക്കുക ജലജ. അപ്പം ബാക്കിയുള്ളവരെല്ലാവരും പ്രതീക്ഷകളോടുകൂടി അവിടെ ഇരിക്കുവാണ്. അവന്തിക തൻ്റെ തനിനിറം കാണിച്ചിട്ട് നേരെ പോവുകയാണ് അച്ഛനെ കാണാനായിട്ട്. ഈ സമയത്ത് നമ്മുടെ ആദർശ് എത്തേണ്ട അടുത്ത് എത്തി. അതിനുശേഷം പിന്നെ ഒരു വലിയ സ്ഥലത്ത് ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേനും ഒരു പെൺകുട്ടി വന്നു. ആ പെൺകുട്ടി വന്ന് ആദർശിനെ പരിചയപ്പെടുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്തു. ഡീലിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ ഹോട്ടലിൽ തന്നെ സ്റ്റേ എന്ന് ചോദിച്ചപ്പോൾ അല്ല സർ, പല പല ഹോട്ടലുകളിലായിട്ടാണ് എല്ലാവർക്കും അക്കോമഡേഷൻ കൊടുത്തിരിക്കുന്നതെന്നൊക്കെ അവിടുത്തെ ആ പെങ്കൊച്ച് പറഞ്ഞു. അപ്പോൾ എവിടെയാണ് കുട്ടിയുടെ വീടെന്ന് ചോദിച്ചു. അപ്പോൾ ചെങ്ങന്നൂരാണെന്ന് പറഞ്ഞു. അപ്പോൾ MBA കഴിഞ്ഞതിന് ശേഷം കുറേ നാൾ US സ്റ്റാർലിംഗ് മെറിലിൽ തന്നെയാണ്. പിന്നെ ഡൽഹി, മുംബൈ, അങ്ങനെ പിന്നെ നാട്ടിൽ സെറ്റിൽ ആവണമെന്നുണ്ട്. പിന്നീട് വിശദമായിട്ട് സംസാരിക്കാം സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശിന് അതിന് റൂമൊക്കെ കാണിച്ചൊക്കെ കൊടുക്കും കേട്ടോ. അങ്ങനെ ആദർശ് അങ്ങ് പോയി. ഈ സമയത്ത് പിന്നെ കാണിക്കാൻ നമ്മുടെ നയനെ ഇങ്ങനെ വിഷമിച്ച് അവിടെ കിടക്കുന്നതാണ്. അപ്പോൾ പിന്നെ ആദർശിൻ്റെ കോള് വേഗം തന്നെ വന്നു. ആദർശേട്ടൻ എന്ന് പറഞ്ഞ് ചാടി ഫോൺ അങ്ങ് എടുത്തു. ഹലോ ആദർശേട്ടാ, അതെ ഞാൻ ഇപ്പം റൂമിലെത്തിയതേ ഉള്ളൂ. അമേരിക്കൻ കമ്പനിക്ക് മുന്നിലൊരു മുംബൈയിലൊരു ഓഫീസുണ്ട്, അവിടുത്തെ PR എന്നെ സ്വീകരിച്ചതെന്നൊക്കെ ആദർശ് പറയുമ്പോൾ യാത്രാക്ഷീണം കാണുമല്ലോ, ആദർശേട്ട റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. അപ്പം ശരി. പിന്നെ അവിടെ എത്തിയോന്ന് അറിയാൻ ഒരാകാംക്ഷ ഉണ്ടായിരുന്നു എന്നും പിന്നെ അന്ന് ദുബായിൽ വെച്ചുണ്ടായ സംഭവങ്ങൾക്ക് ശേഷം എന്തോ ഒരു പേടി ആദർശേട്ടാ എന്ന് പറഞ്ഞപ്പോൾ അത് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചൊരു കാര്യമല്ലേ എന്നും അതങ്ങനെ തന്നെ ഉണ്ടാകണമെന്നൊന്നും ഇല്ലല്ലോ എന്ന് പറയാം. ആദർശ്, നീ ആഹാരമൊക്കെ കഴിക്കണം, അവിടെ പൂജയും വ്രതമൊക്കെ ഒരു ഇത്തിരി കൂടുതൽ, അതുപോലെ തന്നെ അമ്മയെ കൊണ്ട് നീ കഴിപ്പിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അമ്മ ഒരിക്കലില്ല, പിന്നെ എന്ന് വെച്ചാൽ ഒരു നേരം പോലും അരിയാഹാരം കഴിക്കുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു. ഫ്രൂട്ട്സൊക്കെ അമ്മ കഴിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അമ്മയോട് വിളിച്ച് നിന്നെ ശ്രദ്ധിക്കാനും നിന്നെ വിളിച്ച് അമ്മയെ ശ്രദ്ധിക്കാനുമാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും രണ്ടുപേരെയും ശ്രദ്ധിച്ചേ പറ്റും, ഞാൻ ഇടയ്ക്ക് നിന്നെ വിളിച്ചോളാവെന്നും പറഞ്ഞ് ആദർശ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോഴാണ് അവന്തിക അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ നയനെ അവിടെ ഇരിക്കുക. അപ്പോൾ ന്യൂസ് അറിയാൻ വേണ്ടി വന്നത്. ആദർശേട്ടനാണോ വിളിച്ചതെന്ന് ചോദിച്ചു വന്നു. അതേലോ. ആദർശേട്ടൻ പോയപ്പോൾ വല്ലാത്തൊരു ഒറ്റപ്പെടലുണ്ടല്ലേ എന്ന് അവന്തിക ചോദിക്കാം. ഞങ്ങൾ എപ്പോഴും ഒന്നിച്ചല്ലേ മോളെ, അതുകൊണ്ട് ഒരു ദിവസം പോലും എനിക്ക് ആദർശേട്ടനെ കാണാതിരിക്കാൻ പറ്റത്തില്ല എന്ന് നയന അവന്തികയോട് പറയുന്നു. വിവാഹത്തോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല നയനെടുത്തി, എങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു വിവാഹം ഉണ്ടെങ്കിൽ ആദർശേട്ടനെ പോലൊരാൾ ഭർത്താവായി കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് അവന്തിക നയനയോട് പറയുന്നു. പിന്നെ നയനയിടത്തി ഇവിടേക്ക് വന്നത് വളഞ്ഞ വഴിയിലൂടെയാണെന്നും ഏട്ടത്തി ഒരിക്കലും ഈ തറവാട്ടിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്തിക ഇങ്ങനെ പറയുന്നു. എന്നാൽ ദൈവമായിട്ട് ഏട്ടത്തി ഇവിടെ എത്തിക്കുകയായിരുന്നില്ല എന്നൊക്കെ ചോദിച്ചിങ്ങനെ സോപ്പിട്ട് സംസാരിക്കും കേട്ടോ. നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടിച്ചേരൽ എല്ലാ അർത്ഥത്തിലും നന്നായെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നൊക്കെ പറഞ്ഞ് അതിനെ പതപ്പിച്ചങ്ങ് എടുക്കുക. ഏട്ടത്തിയെ പോലെ മഹത്തായ ഒരു പെൺകുട്ടിയെ ഏട്ടന് കിട്ടാനേ ഭയങ്കര പ്രയാസമാണ്. ദൈവം നേരത്തെ കരുതി വെച്ചതുപോലെയാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒന്നിച്ചതെന്ന് പറയുമ്പം അങ്ങനെ തന്നെ ഞാനും കരുതുന്നത്. അല്ലെങ്കിൽ പിന്നെ വിവാഹം കഴിഞ്ഞ സമയത്തെ കാര്യങ്ങളൊക്കെ അവന്തികയ്ക്ക് അറിയാവുന്നതാണല്ലോ. ഞങ്ങളെ കീരിയും പാമ്പും ആയിരുന്നു എന്നും അന്നൊക്കെ ആദർശേട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് പേടിയായിരുന്നു മുമ്പിലേക്ക് ചെല്ലാൻ പോലും എന്നൊക്കെ നയന പറയുന്നത്. ഇതെല്ലാം കേട്ടിട്ട് അവന്തിക ഇങ്ങനെ നിൽക്കുക. നയന തിരിഞ്ഞു നോക്കുമ്പോൾ ചിരിച്ചു കാണിക്കും. ഇപ്പോഴോ ആ ആളെ കാണാതിരിക്കാനും എനിക്ക് പറ്റുന്നില്ല. നീ സന്തോഷിക്കുക. ഈ സന്തോഷവും ഈ ചിരിയൊക്കെ പെട്ടെന്നങ്ങ് കെട്ടടങ്ങി പോകുവടി എന്ന് അവന്തിക മനസ്സിൽ പറയാം. അതിന് വേണ്ടുന്നതൊക്കെ എൻ്റെ അച്ഛൻ ചെയ്യുവടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവന്തിക പറയുന്നു മനസ്സിൽ. ആ സമയത്ത് നയന ഇങ്ങനെ തിരിച്ചുകൊണ്ട് നിൽക്കൂ. അമ്മ 100 വർഷം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ജീവിക്കാൻ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് അവന്തിക. അപ്പം നമുക്ക് ആർക്കും ചതിയും വഞ്ചനയും ഒന്നും ചെയ്യാതിരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നമ്മൾ പോലും അറിയാതെ നമ്മളെ തേടി വന്നോളും എന്നും നയന പറയുക. അതാണ് എൻ്റെ ഒരു അനുഭവം എന്ന് പറയുമ്പം ആദർശേട്ടൻ കോൺഫിഡൻസിലാണല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പം ഇത്തവണ പാളിച്ചൊന്നും പറ്റില്ല എന്നൊക്കെ നയന അവന്തികയോട് പറഞ്ഞപ്പോൾ പിന്നെ ഇവിടെയുള്ള എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകുമല്ലോ എന്നൊക്കെ അവന്തിക. അതുകൊണ്ട് ദുബായി പോയിട്ട്
ഇറങ്ങി വന്നതുപോലെ ആയിരിക്കില്ല ആദർശേട്ടൻ ഇത്തവണ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് അവന്തിക പറയുക. 100% ആത്മവിശ്വാസത്തോടെ തലയെടുപ്പോടെ ആയിരിക്കും ആദർശേട്ടൻ ഇത്തവണ വരുന്നത്. എടുത്ത് ധൈര്യമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത് അതും പറഞ്ഞാൽ അവൾ അങ്ങ് പോയി. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പം തോറ്റ് തുന്നം പാടി അവൻ തിരിച്ചു വരുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ പക നിറച്ചിങ്ങനെ നിൽക്കും. ആ പോക്ക് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പിന്നെയും പോയി. അവിടെ ചെന്ന് അച്ഛനുമായിട്ട് കണ്ട് സംസാരിക്കുക. അപ്പോൾ അച്ഛൻ ഇനി എന്താ അടുത്ത പ്ലാൻ ഇരിക്കുന്നതെന്ന് അവന്തിക ചോദിച്ചു. നമ്മൾ ആ വലിയ ഡീൽ നേടില്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പം കടുത്ത മത്സരമാണ് നേരിടാൻ പോകുന്നത് എന്ന് അച്ഛൻ പറയുന്നു. അപ്പോൾ വിജയിച്ചു വരുന്ന ആദർശിനെ എനിക്ക് കാണാൻ വയ്യച്ച, അയാളുടെ പരാജയം അവിടെ എല്ലാവരെയും തളർത്തണമെന്ന് അവന്തിക പറയുമ്പം മോളെ എല്ലാം കഴിഞ്ഞതിന് ശേഷമേ എന്തെങ്കിലും ഒരു ഉറപ്പ് നിന്നോട് എനിക്ക് പറയാൻ പറ്റൂ എന്ന് അച്ഛൻ മോളോട് പറയണം. പിന്നെ എന്തായാലും ആദർശിന് പഴയ പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല. ഇതിനു മുൻപും ഇത്തരം വലിയ ഓർഡറുകളൊക്കെ വരുമ്പോഴും അത് നിഷ്പ്രയാസം സ്വന്തമാക്കിയിരുന്നു ആദർശും അവൻ്റെ കമ്പനിയും ഒക്കെ. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അത്രത്തോളം എളുപ്പമല്ലാത്തത് കൊണ്ടാണ് അവിടെ അനന്തപുരിയിൽ പൂജയും വഴിപാടും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതും നടത്തുന്നതും. അല്ലെങ്കിലും തറവാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പൂജകൾ നടത്താറുള്ളതല്ലേ അച്ഛാ എന്ന് അവന്തിക്ക് അന്നേരം ചോദിച്ചു. പക്ഷേ ഇന്നതല്ല സംഭവിച്ചത് മോളെ. അവൻ്റെ മുത്തച്ഛനും അതുപോലെ തന്നെ അമ്മയും ഭാര്യയും ഒക്കെ നടത്തിയ പൂജകളുടെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പം അത് ശരി, അപ്പം അതുവരെ അച്ഛൻ മനസ്സിലാക്കിയോ എന്ന് ചോദിക്കുമ്പം അത് മനസ്സിലാക്കിയാൽ മാത്രം പോരല്ലോ മോളെ, അതിന് മറുപൂജ കൂടി ചെയ്യണ്ടേ എന്നും അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടെന്നും അച്ഛൻ മോളോട് പറയുക. അനന്തപുരിയെ തകർക്കാനായിട്ട്. ഇത് കേട്ട് അവന്തിക നെട്ടി നിൽക്കുക. നമ്മളൊരു മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കണമെങ്കിലും അതിന് ദൈവാധീനം എന്ന് പറയുന്ന ഒന്ന് വേണം മോളെ എന്ന് പറഞ്ഞു. ആദർശൻ ഡീൽ ഉറപ്പിച്ച മൂർത്തി ജ്വല്ലറിയുടെ ഷെയറൊക്കെ വല്ലാണ്ടങ്ങ് കയറിപ്പോവില്ലേ അച്ഛാ? ഇപ്പോൾ 10% ഇടിഞ്ഞത് അതിൻ്റെ ഇരട്ടിയായി കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം 5 വർഷത്തേക്കുള്ള ഓർഡറാണ് US കമ്പനി തരാൻ പോകുന്നതെന്നും അത് ചെറിയൊരു ബിസിനസ് അല്ല എന്ന് അച്ഛൻ മോൾക്ക് പറഞ്ഞു കൊടുക്കുക. ഈ ഡീൽ നഷ്ടപ്പെട്ടാൽ മുംബൈയിലും മൂർത്തീസ് ജ്വല്ലറി വീഴും എന്ന കാര്യം ഇയാൾ പറയണം. നമുക്ക് താഴെയാകും, അതാണ് വേണ്ടതെന്നും നമ്മളാണെങ്കിലോ അവിടെ ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത്തരം ഒരു വലിയ ഓർഡർ കിട്ടുകയാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബമ്പർ ലോട്ടറി തന്നെയാണെന്ന് പറഞ്ഞു. സസ്പെൻസ് തുടരുകയാണല്ലോ അച്ഛാ. അതാ മോളെ, തുടരട്ടെ. ഇനിയുള്ള നിമിഷങ്ങൾ വളരെ നിർണായകമായിട്ടുള്ളതാണ് മോളെ എന്നൊക്കെ അച്ഛൻ മോൾക്ക് പറഞ്ഞു കൊടുക്കും. നമുക്ക് നോക്കാം ഭാഗ്യം ആർക്കൊപ്പമാണ് എങ്ങനെയാണ് എന്നൊക്കെ. 10-50 വർഷം മൂർത്തി ജ്വല്ലറി ആ മേഖലയിൽ വെള്ളിക്കുടി പാർച്ചതല്ലേ. ഇനിയിപ്പോൾ മൂർത്തിക്ക് മേലെ കൊച്ചുമൻ ചെങ്കോലും കിരീടവും ഒക്കെ ഒന്ന് താഴെ വെക്കാൻ എന്താ പ്രയാസം? മൂർത്തിയുടെ കണ്ണടയുന്നതിന് മുൻപ് അയാൾ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം തകർന്നടിയുന്നത് അയാൾ കാണണം എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനും മോളും കൂടി ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ദേവയാനി അവിടെ ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ ഈ നവീൻ്റെ അമ്മ ദേവയാനിയെ കാണാനായിട്ട് വന്നു. അപ്പോൾ നവീൻ ഞങ്ങളെയൊക്കെ രക്ഷിച്ചതിന് ശേഷം ജേട്ടനെയും കൂട്ടി പത്മത്തിന് അങ്ങോട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു, അതിന് പറ്റിയില്ല എന്നൊക്കെ ദേവയാനി പറയുന്നു. തിരിച്ചുകൊണ്ടിരിക്കുക പത്മയെ. ഇപ്പോൾ ബിസിനസ്സിൽ കുറച്ച് ഇടിവൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നും അതുകൊണ്ട് എല്ലാവരും തിരക്കാണെന്നും പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ നരസിംഹനങ്ങളും ഒക്കെ. അപ്പോൾ നയന ചായയായിട്ട് അങ്ങോട്ടേക്ക് വന്നു. ഇവർക്ക് രണ്ടുപേർക്കും ചായ കൊടുത്തു. അപ്പോൾ എന്താ മോളെ ഹാപ്പി ആണോ എന്ന് ചോദിക്കുമ്പം കുഴപ്പമില്ല സാർ എന്നും പറഞ്ഞ് നയന ഭയങ്കര ഇതായിട്ട് സംസാരിക്കും ഇവരോട്. അടുത്ത് തന്നെ ഇയാൾക്ക് സമയം കളയാനൊരു കുഞ്ഞെത്തുമല്ലോ എന്ന് പത്മ ഇങ്ങനെ ദേവയാനിയോട് പറയുമ്പം നവീനെ കൊണ്ട് സമയത്ത് കല്യാണം കഴിപ്പിച്ചിരുന്നെങ്കിലേ തനിക്കും സമയം കളയാനേ ഇപ്പോൾ ഒരു പേരക്കുട്ടി കണ്ടേനെ എന്ന കാര്യം പറയുക കേട്ടോ. അതൊന്നും പറയാത്തത് എൻ്റെ പൊന്നു ദേവയാനി നല്ലത്. ഞങ്ങൾ കൊണ്ടുവരുന്ന ബന്ധമൊന്നും അവൻ ഇഷ്ടമല്ല എന്നും പിന്നെ ഒരുപാട് പെൺകുട്ടികളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തതാണ്, ഒരാളെപ്പോലും കാണണമെന്ന് അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ അന്തം വിട്ട് നിൽക്കുക. അപ്പോഴാണ് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അല്ല ആരൊക്കെയാണ് വരുന്നത് വന്നിരിക്കുന്നത്? ഇപ്പോൾ കോടതിയിലൊന്നും പോകണ്ടല്ലോ അല്ലേ, പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ തനിക്ക് ആവലോടോ ഒന്ന് നരസിംഹൻ അങ്കിളും മുത്തശ്ശനോട്. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും ആകെ ടെൻഷൻ പിടിച്ചിരിക്കുന്ന സമയത്ത് താനും പത്മവും വന്നത് കേട്ടോ. അന്നേരം അതെല്ലാം പറഞ്ഞു. ആദർശ് വലിയൊരു ഡീലുമായി ബന്ധപ്പെട്ട് മുംബൈയിൽ പോയ കാര്യം, അപ്പോൾ ഗൾഫിൽ വലിയൊരു പരാജയം പറ്റിയടോ നരസിംഹ എന്നും പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ പറയുക. അപ്പോൾ ഞങ്ങൾ ബിസിനസ് തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഞങ്ങളൊന്ന് താഴെ പോയി എന്നും മുത്തശ്ശൻ ഇങ്ങനെ കൂട്ടുകാരനോട് പറയുന്നു. ഇപ്പം തഴച്ചു വളരുന്നത് ഒരു AN ജ്വല്ലറി ആണെന്ന് പറയുമ്പം അവരിവിടെയും തുടങ്ങിയല്ലോ, ആ ജ്വല്ലറിയുടെ പരസ്യത്തിനല്ലേ തൻ്റെ കൊച്ചുമോളിപ്പോൾ ഇവിടെ നിന്ന് പോണത് എന്ന് മുത്തശ്ശനോട് ചോദിച്ചു നരസിംഹനങ്ങൾ.
അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം ഇവർക്ക്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സാറേ, അത് ഈ വീടിനകത്ത് തല തിരിഞ്ഞ് ഒരുത്തനുണ്ടെന്നും അവൻ കുടുംബത്തിൻ്റെ അന്തസ്സ് കളഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും ദേവയാനി നരസിംഹനോട് പറയുക. അപ്പം എന്തായാലും അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഒരു സഹായമൊക്കെ പ്രതീക്ഷിക്കാം ഇവർക്ക്. ഇവർ രണ്ടുപേരും കൂടി ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ ആദർശ് മുംബൈയിൽ ചെന്നിട്ട് കാര്യങ്ങളെല്ലാം പരിധി വരെ മാറ്റുവോടോ എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇവർക്കൊരു പ്രതീക്ഷ, മൂർത്തീസ് കമ്പനിയിൽ ഷെയർ നവീനും എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഈ പറയുന്ന നമ്മുടെ പത്മം പറയും. ഈ അടുത്തിടെ അവൻ പറയുന്നുണ്ടായിരുന്നു നന്നായിട്ട് ഷെയർ ഇടിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നവീൻ എന്നോടും ആദർശനോടും ചോദിച്ചിട്ടാണ് ആ ഒരു ഷെയർ എടുത്തത്. അതിപ്പോൾ അവൻ ഏതാണ്ട് 100-150% ഗ്രോത്തിലാണല്ലോ. അപ്പോൾ അതെ അതുകൊണ്ടാണ് അവൻ ഷെയർ ഇടിഞ്ഞിട്ടും ഹോൾഡ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. ഷെയർ എടുക്കുന്നവർക്കും സ്വർണം വാങ്ങുന്നവർക്കും മൂർത്തീസ് ജ്വല്ലറിയെക്കുറിച്ച് ഒരു വിശ്വാസം ഉണ്ടെന്നും ഇത്തിരിയൊക്കെ ഇടിഞ്ഞാലും കയറി വരുമെന്നേ എന്ന് അദ്ദേഹം പറയുക. അപ്പോൾ ഇങ്ങനെ ഒരു താഴ്ച ജ്വല്ലറി ഫോം ചെയ്തതിന് ശേഷം ഇതാദ്യമായിട്ടാടോ എന്നും പറഞ്ഞിങ്ങനെ നരസിംഹനോട് പറയാം മുത്തശ്ശൻ. അതിൻ്റെ ടെൻഷനിൽ എല്ലാവരും ഒന്നും. അപ്പോൾ അതൊക്കെ അങ്ങ് ശരിയാകുമെന്നേ. സമയം ചെറുതായിട്ട് മാറി വരുമ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇടിവുകളൊക്കെ ഉണ്ടായാലേ പറ്റത്തുള്ളൂ എന്ന് നരസിംഹൻ അങ്കിള് മുത്തശ്ശനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന് ദൈവങ്ങൾ പോലും ചിന്തിക്കില്ലല്ലോ എന്നും പറഞ്ഞു. അങ്ങനെ അത് കേട്ടപ്പോൾ ഇവരും ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇവരതും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്തിക ഊരു ചുറ്റിലൊക്കെ കഴിഞ്ഞ് വരുന്നു. അപ്പോൾ അവന്തിക ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇവളെ തന്നെ നോക്കുക. അല്ല അവന്തിക മോളല്ലേ അത് എന്ന് ചോദിച്ചു കേട്ടോ. അതെ, മോൾ അയർലൻഡിൽ നിന്ന് ഈ അടുത്ത ദിവസമാണ് വന്നതെന്ന് പറയുമ്പോൾ അവന്തിക ഇങ്ങനെ നോക്കുക കേട്ടോ. മോളെ അറിയോ ഞങ്ങളെയൊക്കെ എന്ന് ചോദിച്ചു. അപ്പം അറിയാതിരിക്കാൻ ഇപ്പം എന്താ ആൻറ്റിയുടെ മോനെ കുടുംബത്തെ രക്ഷിച്ചതൊക്കെ അപ്പം ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അവന്തിക. അല്ല നവീനേട്ടൻ വന്നില്ലേ എന്ന് ചോദിച്ചപ്പം ഇല്ല വന്നില്ല, ഇപ്പോൾ അവൻ ആ തിരക്കുള്ള വക്കീല്, ഞാൻ വിശ്രമത്തിലാണ് മോളെ എന്ന് പറഞ്ഞു കേട്ടോ ഈ നരസിംഹനങ്ങൾ. മോളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞല്ലോ, ഇനി മോൾക്കൊരു ചെറുക്കനെ കണ്ടുപിടിക്കണ്ടേ എന്ന് പത്മം ചോദിക്കുമ്പം അയ്യോ അവന്തികയ്ക്ക് ഭയങ്കര നാണം. അതേപ്പറ്റി ഞങ്ങളെല്ലാവരും സംസാരിച്ചു, പക്ഷെ മോള് പറയുന്നത് ഇപ്പോഴേ കല്യാണം വേണ്ടെന്നാണെന്ന് പറയുമ്പം അതിപ്പോൾ ഇപ്പോഴത്തെ പെൺപിള്ളേരെല്ലാം അങ്ങനെയാണ് പറയുന്നത്. അത് കാരണം പെൺകുട്ടികളെ കിട്ടാനുമില്ല, എല്ലാവർക്കും പേടിയാണ് കല്യാണം എന്നൊക്കെ കേൾക്കുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ പെൺകുട്ടികളെ മാത്രമല്ല ഇപ്പോൾ ആൺകുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ജനസംഖ്യ നിയന്ത്രിക്കാൻ ഗവൺമെൻറ് ഒന്നും ചെയ്യേണ്ടതില്ല, പുതിയ തലമുറ തന്നെ അത് ചെയ്യുന്നുണ്ട് എന്ന്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ വൃദ്ധന്മാർ മാത്രമേ ഇനി ഭൂമിയിൽ കാണത്തുള്ളൂ എന്നും ചെറുപ്പക്കാരെ കാണുന്നത് വലിയ പ്രയാസമായിരിക്കും എന്നൊക്കെയുള്ള കാര്യം പറയാം. ഉള്ളവരാണെങ്കിലോ എല്ലാവരും പുറത്താണെന്നും മുത്തശ്ശൻ ഇങ്ങനെ പറയണം. അവിടെ പോയി ഏത് പണി ചെയ്യാനും ഒരു കുഴപ്പവും ഇല്ല, നാട്ടിലാണ് കുറച്ചിൽ മൊത്തം എന്നൊക്കെ പറഞ്ഞപ്പോൾ നരസിംഹനങ്ങളൊക്കെ യാത്ര പറയാം. അപ്പോൾ ഇതിലേ പോയപ്പോൾ വെറുതെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. പിന്നെ ആദർശ് പോയതിൻ്റെ വ്രതം ഒരിക്കലൊക്കെയാണെന്ന് പറഞ്ഞു, ഭക്ഷണം കഴിക്കാനൊന്നും നിൽക്കുന്നില്ല എന്നും അദ്ദേഹം പറയാം. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ വന്നേക്കാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതും പറഞ്ഞ് ഇവരിറങ്ങും കേട്ടോ. ഇവരെന്നിട്ട് യാത്ര പറഞ്ഞു പോന്നു. അപ്പോൾ ശരി മോളെ എന്ന് പറഞ്ഞ് അവന്തികയെ നോക്കി താടിയിലൊക്കെ ഒന്ന് തട്ടിയേച്ചിട്ടാണ് പോകുന്നത്. നമ്മുടെ പത്മത്തിന് അവന്തികയിലൊരു നോട്ടമുണ്ട്. അപ്പം എന്നാൽ പോയിട്ട് വരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മുടെ നവീന് വേണ്ടി മിക്കവാറും അവന്തികയായിരിക്കും അവരാലോചിക്കുന്നത്. അതേ കിടക്കുന്നു ചട്ടിയും കലവും നേർത്ത്. ആ സമയത്ത് അവന്തിക ഇങ്ങനെ ഇവരെ ഇങ്ങനെ തുറച്ചു നോക്കുന്നു. അതുപോലെ നയന ഇങ്ങനെ അവരെ തന്നെ നോക്കി നിൽക്കുന്നു. അവന്തികയ്ക്കും എന്തൊക്കെയോ ഒരിത്. അപ്പം നയനയുടെ മുഖത്തെ സന്തോഷവും കാര്യങ്ങളും അവന്തിക ഇങ്ങനെ നയനയെ തന്നെ ഫോക്കസ് ചെയ്ത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.